നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അർദ്ധരാത്രി കേന്ദ്രത്തിന്റെ സ്വർണ്ണ ബോംബ്. കേരളത്തിൽ ഒറ്റ ദിവസം പവന് 10,200 രൂപയുടെ വർധന. ഇത്രയും കുതിപ്പ് ചരിത്രത്തിൽ ആദ്യം. സ്വർണ്ണ ഇറക്കുമതി തീരുവ 6-ൽ നിന്ന് 15% ഉയർത്തിയതിന് പിന്നാലെ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിലാണ് റെക്കോർഡ് കുതിപ്പ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗ്രാമിന് 1,275 രൂപ വർദ്ധിച്ച് 15,390 രൂപയായി. പവൻ വില 10,200 രൂപ കയറി 1,23,120 രൂപയിലെത്തി വ്യാപാരം. കേരളത്തിൽ ഒറ്റ ദിവസം ഇത്രയും വില കൂടുന്നത് ഇതാദ്യമാണെന്നാണ് വ്യാപാരികൾ പറയുന്നത്. രാജ്യാന്തര വിപണിയിൽ കൂടി സ്വർണ്ണവില വർദ്ധിച്ചിരുന്നുവെങ്കിൽ സംസ്ഥാനത്തെ നിരക്ക് ഇതിലും കൂടുമായിരുന്നു. ഇന്ന് അർദ്ധരാത്രി മുതൽ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്ന സ്വർണത്തിനും വെള്ളിക്കും നിലവിൽ നൽകേണ്ടിയിരുന്ന 6% നികുതിക്ക് പകരം 15% ഈടാക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപനം. ഇന്ത്യൻ രൂപയുടെ വിനിമയ നിരക്ക് പിടിച്ചു നിർത്താനും വിദേശ നാണ്യശേഖരം സംരക്ഷിക്കാനുമാണ് നീക്കമെന്നാണ് വിശദീകരണം. തീരുമാനത്തിന് പിന്നാലെ ഇന്ത്യൻ രൂപയുടെ വിനിമയ നിരക്കിൽ 0.3% നേട്ടമുണ്ട്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ കുത്തനെയാണ് വില ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. 22 ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 1,275 രൂപയുടെ വർധനമാണ് ഒറ്റയടിക്ക് ഉണ്ടായിരിക്കുന്നത്. പവന് 10,200 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഇതോടെ ഇന്ന് 22 ക്യാരറ്റ് 1 പവൻ സ്വർണത്തിനാണ് 1,23,220 രൂപയായിരിക്കുന്നത്. നിലവിൽ ഈ മാസത്തെ ഏറ്റവും കൂടിയ സ്വർണ്ണവിലയാണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ വില രേഖപ്പെടുത്തിയത് മെയ് 5-നായിരുന്നു. 1,09,400 രൂപയായിരുന്നു 1 പവന്റെ വില. വെള്ളി വിലയിലും വൻ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. 1 ഗ്രാം വെള്ളിക്ക് 320 രൂപയും 10 ഗ്രാം വെള്ളിക്ക് 3,200 രൂപയിലുമാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. അതേസമയം വിവാഹ ആവശ്യങ്ങൾക്കായി 1 വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനത്തിന് പിന്നാലെ ഇന്നലെ ഓഹരി വിപണിയിൽ ജ്വല്ലറി ഓഹരികൾക്ക് വൻ തിരിച്ചടി. പ്രമുഖ കമ്പനിയായ ടൈറ്റന്റെ ഓഹരി വില ഇന്നലെ വ്യാപാരത്തിനിടെ 6%-ലധികം ഇടിഞ്ഞു. ടൈറ്റനെ കൂടാതെ കല്യാൺ ജ്വല്ലേഴ്സ്, സെൻകോ ഗോൾഡ് തുടങ്ങിയ പ്രമുഖ ഓഹരികളുടെ വിലയിലും 10%-ഓളം ഇടിവ് രേഖപ്പെടുത്തി. കേരളത്തിൽ സ്വർണ്ണവിലയിൽ വൻ കുതിപ്പാണ്. 1 പവൻ സ്വർണത്തിന് 10,000 രൂപയിലധികം വർദ്ധിച്ചു. ഇത്രയധികം രൂപ ഒറ്റയടിക്ക് വർദ്ധിക്കുന്നത് ആദ്യമാണ്. കേന്ദ്ര സർക്കാർ സ്വർണത്തിന്റെ ഇറക്കുമതി നികുതി ഉയർത്തിയതാണ് കഴിഞ്ഞ ദിവസത്തെ പൊടുന്നനെയുള്ള വിലക്കയറ്റത്തിന് കാരണം. ഇനിയുള്ള ദിവസങ്ങളിൽ ആഗോള വിപണിയിലെ മാറ്റത്തിനനുസരിച്ചാകും വില വ്യത്യാസം വരിക. സ്വർണത്തിന്റെ ഇറക്കുമതി നികുതി ഇതുവരെ 6%-ആയിരുന്നു. 5% ചുങ്കവും 1% സെസ്സും. ഇനി മുതൽ നികുതി 10%-ആക്കി ഉയർത്തി. സെസ് 5%-വും മൊത്തം 15%-ആയി നികുതി ഉയർന്നു. ഇതിന്റെ പ്രതിഫലനമാണ് കേരളത്തിൽ സ്വർണ്ണവിലയിൽ 9% വർധനവ്. ഇന്ന് 10,000 രൂപയിലധികം പവൻ വിലയിൽ ഉയർച്ചയുണ്ടായി എന്നതുകൊണ്ട് എല്ലാ ദിവസവും സമാനമായ വിലക്കയറ്റം ഉണ്ടാകില്ല. നികുതി വർധനവിലെ വിലമാറ്റമാണ് കഴിഞ്ഞ ദിവസം പ്രകടനമായത്. ഇനിയുള്ള ദിവസങ്ങളിൽ വിപണിയിലെ മാറ്റത്തിനനുസരിച്ചാകും വില. ആഗോള വിപണിയിൽ സ്വർണ്ണവില താഴ്ന്നതിനാൽ നേരിയ വ്യത്യാസം വരാനും സാധ്യതയുണ്ട്. സ്വർണം ഇറക്കുമതി കുറയ്ക്കാനാണ് കേന്ദ്ര സർക്കാർ നികുതി കൂട്ടിയത്. ഉയർന്ന നികുതി വന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ ഇറക്കുമതി ചെയ്യാൻ വ്യാപാരികൾ തയ്യാറാകില്ല. മാത്രമല്ല, സർക്കാരിന്റെ നികുതി വരുമാനം ഉയരുകയും ചെയ്യും. എന്നാൽ ഇത് സ്വർണ്ണ വ്യാപാര മേഖലയെ തകർക്കുന്ന നീക്കമാണെന്ന് ആക്ഷേപമുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വർണം കൈവശം കരുതുന്നവരാണ് ഇന്ത്യക്കാർ. ഇത് ഗുണപരമായ രീതിയിൽ ഉപയോഗിക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടത് എന്നും വ്യാപാരികൾ പറയുന്നു. ഇറക്കുമതി നികുതി കൂട്ടിയാൽ നികുതി വെട്ടിപ്പ് വർദ്ധിച്ചേക്കുമെന്നും അവർ ചൂണ്ടിക്കാട്ടി. ഇന്ന് 1 പവൻ ആഭരണം വാങ്ങുന്ന വ്യക്തിക്ക് 1.33 ലക്ഷം രൂപ ചിലവ് പ്രതീക്ഷിക്കാം. GSTയും പണിക്കൂലിയും ചേർത്താണ് ഉപഭോക്താവിന്റെ അന്തിമ ചിലവ് കണക്കാക്കുന്നത്. ഇതിനു പുറമെ ഹോൾമാർക്കിംഗ് ചാർജ് ഉപഭോക്താവ് നൽകണം. വില കുത്തനെ വർദ്ധിച്ച സാഹചര്യത്തിൽ പണിക്കൂലി കുറയ്ക്കാൻ ഉപഭോക്താവ് വില പേശേണ്ടി വരും. സ്വർണത്തിന്റെ ഇറക്കുമതി ചുങ്കം 6%-ൽ നിന്നും 15%-ആയി വർദ്ധിപ്പിച്ചതും ഇറക്കുമതി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണെങ്കിലും സ്വാഭാവികമായി കള്ളക്കടത്ത് വർദ്ധിക്കുന്നതിന് ഇത് കാരണമാകുമെന്നും കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബ്ദുൾ നാസർ അഭിപ്രായപ്പെട്ടു. നേരത്തെ 15% ഇറക്കുമതി ചുങ്കം നിലനിൽക്കുമ്പോഴാണ് ഇന്ത്യയിലേക്ക് 1000 ടൺ സ്വർണം ഇറക്കുമതി ചെയ്തിട്ടുള്ളത്. 6% ഇറക്കുമതി ചുങ്കം നിലനിൽക്കുമ്പോൾ 800 ടണ്ണിൽ താഴെയാണ് ഇറക്കുമതി. ഇറക്കുമതി ചുങ്കം 9% വർദ്ധിപ്പിച്ചതോടെ ഇന്ത്യയിൽ ആഭ്യന്തര സ്വർണ്ണവില പവന് 10,200 രൂപയുടെ വർധനമാണ് ഉണ്ടായത്. 1 കിലോ സ്വർണം കള്ളക്കടത്തായി കൊണ്ടുവന്നാൽ 20 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ലാഭമാണ് ലഭിക്കുക.
കള്ളക്കടത്ത് സ്വർണം സമാന്തര വിപണിയിലേക്ക് ഇറങ്ങുന്നത് വഴി 3% GST കൂടി കൂട്ടിയാൽ 24 ലക്ഷം രൂപയുടെ ലാഭമാണ് കള്ളക്കടത്തുകാർക്ക് ഉണ്ടാവുക എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്ത്യൻ കുടുംബങ്ങളിലും ക്ഷേത്ര ട്രസ്റ്റുകളിലുമായി ഏകദേശം 25,000 മുതൽ 30,000 ടൺ വരെ സ്വർണം ഉപയോഗിക്കപ്പെടാതെ ഇരിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ കൂറ്റൻ ശേഖരം വിപണിയിലേക്ക് തിരികെ എത്തിക്കുക എന്നതാണ് ഒന്നാമത്തെ ലക്ഷ്യം. ആളുകൾ തങ്ങളുടെ പഴയ ആഭരണങ്ങൾ വിൽക്കുകയോ മാറ്റിയെടുക്കുകയോ ചെയ്യുമ്പോൾ അത് കൃത്യമായി റീസൈക്കിൾ ചെയ്ത് പുതിയ ആഭരണമാക്കി മാറ്റാനുള്ള സംവിധാനങ്ങൾ വിപുലീകരിക്കും. ഇതിലൂടെ പുതിയ ക്രൂഡ് ഗോൾഡ് ഇറക്കുമതി ചെയ്യുന്നത് വലിയ തോതിൽ കുറയ്ക്കാൻ സാധിക്കും. ആളുകളുടെ കയ്യിലുള്ള സ്വർണം ബാങ്കുകളിൽ നിക്ഷേപമായി സ്വീകരിച്ച് അതിന് പലിശ നൽകുന്ന പദ്ധതി കൂടുതൽ ജനകീയമാക്കാൻ ബുള്ളിയൻ ഇൻഡസ്ട്രി സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ ഇതിനുള്ള നടപടിക്രമങ്ങൾ സങ്കീർണമായതിനാൽ പലരും മടിച്ചു നിൽക്കുകയാണ്. ഇത് ലളിതമാക്കുന്നതോടെ ടൺ കണക്കിന് സ്വർണം ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് എത്തും. ഈ സ്വർണം ആഭരണ നിർമ്മാതാക്കൾക്ക് വായ്പയായി നൽകുന്നതോടെ വിദേശ ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് ഒഴിവാക്കാം. പഴയ സ്വർണത്തിന്റെ മൂല്യം കൃത്യമായി നിർണ്ണയിക്കാൻ കൂടുതൽ ഹോൾമാർക്കിംഗ് അസസിംഗ് കേന്ദ്രങ്ങൾ തുടങ്ങും. ഇത് പഴയ സ്വർണം വിൽക്കാൻ വരുന്ന ഉപഭോക്താക്കൾക്ക് വിശ്വാസ്യത നൽകുകയും വിപണിയിലെ സ്വർണത്തിന്റെ ഗുണനിലവാരം ഉറപ്പാക്കുകയും ചെയ്യും. ഭൗതികമായി സ്വർണം വാങ്ങി ലോക്കറുകളിൽ സൂക്ഷിക്കുന്ന ശീലം കുറയ്ക്കാൻ ഡിജിറ്റൽ ഗോൾഡ്, സോവറിൻ ഗോൾഡ് ബോണ്ട് എന്നിവ പ്രോത്സാഹിപ്പിക്കും. നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തെ കാണുന്നവർക്കും ഡിജിറ്റൽ സംവിധാനം കൂടുതൽ ലാഭകരമാണെന്ന് ബോധ്യപ്പെടുത്തുന്നതിലൂടെ വിപണിയിലെ സ്വർണത്തിന്റെ ഡിമാൻഡ് നിയന്ത്രിക്കാൻ സാധിക്കും.